കേന്ദ്ര അവഗണന എന്ന വാക്ക് ഇടതുപക്ഷക്കാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കായി മാറിയിരുന്നു ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് വരെ. കേവലം ഇടതുപക്ഷത്തിന്റെ ആരോപണമാണ് എന്നായിരുന്നു UDFും BJPയും ഒരേപോലെ പറഞ്ഞിരുന്നത്. കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് 60 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് കേവലം ഒരു സീറ്റ് മാത്രമാണ് BJP കിട്ടിയത്. അതും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന തൃശ്ശൂർ മാത്രം. അവിടെ നിന്ന് ജയിച്ച സുരേഷ് ഗോപി ആകട്ടെ കേന്ദ്ര സഹമന്ത്രിയുമായതോടെ 2 കേന്ദ്ര സഹമന്ത്രിമാർ കേരളത്തിൽ നിന്നും ഉണ്ടായി. കേരളത്തിന് പതിവിന് വിപരീതമായി എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. സംഘിക്കുട്ടന്മാർ പറയുന്നത് 2 കേന്ദ്ര സഹമന്ത്രിമാരെ കിട്ടിയില്ല, അതുപോരെ എന്നാണ്. അരമന്ത്രി ആയപ്പോഴേക്ക് സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് മലയാളികൾ. ഓരോന്ന് കാണുന്നപ്പോൾ ഇത്രയും വലിയ ദുരന്തമായിരുന്നു ഇയാളെന്ന് തോന്നിപ്പോവും. സിനിമയിൽ ഇങ്ങനെ വലിയൊരു ആക്ഷൻ ഹീറോ ഒക്കെ ആയിരുന്നെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു സന്തോഷ് പണ്ഡിറ്റായി മാറി എന്ന് വേണം പറയാൻ. എന്നാൽ മൂപ്പര് മത്സരിക്കാൻ വന്നപ്പോൾ പറഞ്ഞത്, ജയിച്ചാൽ ഞാൻ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, 10 മന്ത്രിമാരുടെ വകുപ്പുകളെങ്കിലും ഇങ്ങനെ കയ്യിലിട്ട് അമ്മാനമാടും എന്നൊക്കെയായിരുന്നു. അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെയായി. മൂപ്പര് നാട്ടിലെ അമ്പലങ്ങളൊക്കെ നാട്ടുരാജാവിനെ പോലെ ഈ മുണ്ടൊക്കെ പുതച്ച് തൊഴുത് ജയിപ്പിച്ചതിലുള്ള നന്ദി ദൈവങ്ങളോട് രേഖപ്പെടുത്തുന്ന തിരക്കിലാണ്. മൂപ്പർക്ക് വോട്ട് ചെയ്ത വോട്ടർമാരോടും കേരളത്തോടും ഒരു കടപ്പാട് മൂപ്പർക്ക് ഇല്ലയെന്ന് മൂപ്പർ ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബജറ്റിങ് വരട്ടെ എന്നായിരുന്നു വീമ്പ് പറഞ്ഞിരുന്നത്. ബജറ്റ് വന്നപ്പോൾ നേരെ തലകീഴായി മറിഞ്ഞു. എയിംസ് എന്താ കിട്ടാത്തത് എന്ന് ചോദിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ സ്ഥലം തരാത്തത് കാരണമാണെന്നാണ് മൂപ്പരുടെ വാദം. അല്ല, 150 ഏക്കർ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരൊരു പറച്ചിൽ, 150 ഏക്കർ മതിയോ എന്നും പറഞ്ഞു മൈക്കും തട്ടിത്തെറിപ്പിച്ച് ഒറ്റ പോക്ക്. മറ്റു പല സംസ്ഥാനങ്ങൾക്കും 150 ഏക്കറും അതിൽ താഴെയുള്ള ഭൂമിയിലും എയിംസ് സ്ഥാപിക്കാൻ അനുവാദം കൊടുത്തതിന് ശേഷമാണ് സുരേഷ് ഗോപിയുടെ ഈ ചോദ്യം. പറഞ്ഞു വന്ന അതൊന്നുമല്ല. കഴിഞ്ഞ മാസം വരെ കേന്ദ്ര അവഗണനക്കെതിരെ എന്ന് ഇടതുപക്ഷക്കാർ പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചില മാധ്യമ പ്രവർത്തകരുടെ കൂടെ കട്ടക്ക് നിന്നവരായിരുന്നു UDF. ഇപ്പോൾ അവരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പാർലമെന്റ് മുന്നിൽ ഈ അവഗണനകൾക്കെതിരെ സമരം നടത്തിയിരുന്നത് ഇടത് MP-മാർ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ UDF MP-മാരും അതിന് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അതേസമയം മുൻ MP-യും മന്ത്രിയും KPCC പ്രസിഡന്റും അതിലുപരി തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച K മുരളീധരൻ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച തൃശ്ശൂർക്കാർക്കിട്ട് ഒരു കൊട്ടു കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്ത ഇങ്ങനെയാണ്. തൃശ്ശൂരിൽ BJPക്ക് ഒരു സീറ്റ് കിട്ടി, പകരം ബജറ്റിൽ കിട്ടിയത് കോഴിമുട്ട. K മുരളീധരൻ. തൃശ്ശൂരിൽ BJPക്ക് കോഴിമുട്ട കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും അവിടെ സീറ്റ് കിട്ടി, പകരം കോഴിമുട്ട കിട്ടിയത് കേരളത്തിനെന്ന് K മുരളീധരൻ. ബജറ്റിൽ കേരളത്തിനായി ഒന്നും ഇല്ലാതിരുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു മുരളീധരന്റെ മറുപടി. തൃശ്ശൂർക്കാർ പലതും പ്രതീക്ഷിച്ച് സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചെങ്കിലും കാര്യമുണ്ടായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോദിയുടെ ഗ്യാരണ്ടിയല്ലെന്നും പാഴ്വാക്കാണെന്നും മുരളീധരൻ പറഞ്ഞു. കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നായി 60 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ ആകെ ഒരു സീറ്റാണ് BJP ജയിച്ചത്. ആ ഒരു സീറ്റിനോട് പോലും നീതി പുലർത്താൻ അവർക്ക് സാധിക്കുന്നില്ല. 2 വർഷം മുമ്പ് എയിംസിന് വേണ്ടി സബ്മിഷൻ കൊടുത്തപ്പോൾ പരിഗണനയിലുണ്ട് എന്നാണ് മറുപടി ലഭിച്ചത്. അന്ന് മറ്റു സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചപ്പോഴും കേരളത്തിന് മാത്രം തന്നില്ല. സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശരിയായതാണ്, എന്നിട്ടും കേരളത്തെ മാത്രം അവഗണിക്കുകയാണ് മുരളീധരൻ പറഞ്ഞു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.